ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് ഫൂൾ കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മാറ്റം നിങ്ങളുടെ വ്യക്തിക്ക് വരാണ്. ഇവിടെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു കാര്യം നടക്കുകയാണ്. എവേക്കനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു തുടക്കം, ന്യൂ ബിഗിനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിലുള്ള മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേരുടെ ലൈഫിൽ ഒരു ചേഞ്ച് സംഭവിക്കാൻ പോവാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. ഇന്ന് നിങ്ങളും അവരും തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ, സെപ്പറേഷനിലാണെങ്കിൽ അവർക്ക് മാറ്റം സംഭവിച്ചു എന്നാണ് പറയുന്നേ. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഒരു കാര്യം, നിങ്ങൾ യൂണിവേഴ്സിനോട് സറണ്ടർ ആയിക്കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. വലിയൊരു മാറ്റം നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് മാജീഷ്യൻ ആണ്. നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് മുന്നിലായിട്ട് ഒരു ഇൻഫിനിറ്റി സൈനാണ് കാണിക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ ഒരു ബന്ധം എവിടെയും അവസാനിച്ചു പോവില്ല, ഇത് തുടങ്ങാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ആ കാർഡ്സ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരുപാട് ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് ചുറ്റും കടന്ന് പറക്കുകയാണ്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട്, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട്, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഒത്തിരി മെസ്സേജ് വന്നിരുന്നു. ഞാൻ ചാനലിലേക്ക് റീഡിങ് ഇട്ടതിന് ശേഷം ഒത്തിരി പേരുടെ മെസ്സേജ് വന്നു കേട്ടോ. അവരുടെ പേഴ്സൺ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷം തോന്നി എനിക്കത് കണ്ടപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് റീഡിങ്ങിന് വന്നിട്ട് നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ വ്യക്തികൾക്കാണ് ഇങ്ങനെ മാറ്റം വന്നിട്ടുള്ളത്. 6 മാസമായിട്ട്, 3 മാസമായിട്ട്, 1 വർഷമായിട്ട് നോ കോണ്ടാക്റ്റിലായിട്ടുള്ള വ്യക്തികൾക്കാണ് ഇങ്ങനെ മാറ്റം വന്നിട്ടുള്ളത്. യൂണിവേഴ്സ് കൂടെയുണ്ടെന്ന്, ആ ഒരു ശക്തി കൂടെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ നിമിഷമാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുള്ളത്. ഞാൻ വെറും ഗൈഡ് മാത്രമാണ്. ഞാൻ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പ്രയർ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി മാത്രമാണ് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവിന് കാരണമായിട്ടുള്ളത്. എൻ്റെ അടുത്ത് പേഴ്സണലിന് വന്നിട്ട് നമ്മൾ പ്രയർ പറഞ്ഞു കൊടുത്തിട്ട് സാധിച്ചിട്ട് അവരുടെ പേഴ്സൻ്റെ മടങ്ങി വരവ് ഉണ്ടായിട്ട് അവർ നമ്മളോട് മെസ്സേജ് ചെയ്ത് പറയില്ലേ, അപ്പോഴാണ് വളരെ സന്തോഷം തോന്നുക. അവരെക്കാളും സന്തോഷം നമുക്കാണ് അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര വിഷമിച്ചിട്ടാണ് ഓരോരുത്തരും റീഡിംഗ് എടുത്ത് പോകുന്നത്. അവർക്കൊരു സുഹൃത്തിനെ പോലെ, ഒരു വഴികാട്ടിയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ, ഞാനെന്ന നിംസ് അവർക്കൊരു ആശ്വാസമായി മാറുമ്പോൾ എനിക്കറിയാം യൂണിവേഴ്സ് അവർക്ക് അവരുടെ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പ്രയർ ഇത്ര ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയും. അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളവർക്ക് മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. അത് പറയാതിരിക്കാൻ വയ്യ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത കാർഡിലേക്ക് പോവാണ്. 9 of Wands കാർഡ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ആക്ഷൻ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരിലെ ഫൈനൽ പുഷിനെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. വരും ദിവസങ്ങളിൽ അവരുടെ കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് നിങ്ങൾ സ്വീകരിക്കുക. ഒത്തിരി പേർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവരുടെ പേഴ്സൻ്റെ മടങ്ങി വരവ് ഉണ്ടായിട്ടുണ്ട്. ഇനി മടങ്ങി വരാനുള്ളവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിങ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വെയിറ്റ് ചെയ്യുന്നു, നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളോടൊത്തുള്ള നിമിഷങ്ങൾ ആഗ്രഹിക്കുന്നു, ഒന്ന് സംസാരിക്കുവാനായിട്ട്, ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർക്ക് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇന്ന് അവരെ തന്നെയാണ് വിശ്വസിക്കുന്നത്. അവരിലെ നിങ്ങളെയാണ് വിശ്വസിക്കുന്നത്.
ഇവിടെ പരസ്പര വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ പുതിയ തുടക്കം തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ ആക്ഷൻ എടുക്കാനായിട്ട് പോവാണ്. നെക്സ്റ്റ് കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണോ യൂണിവേഴ്സിൻ്റെ പ്ലാൻ, എന്താണോ യൂണിവേഴ്സ് എനിക്കായിട്ട് കരുതി വെച്ചിട്ടുള്ളത്, ആ ഒരു കാര്യം എന്നിലേക്ക് സംഭവിക്കേണ്ടതാണെങ്കിൽ സംഭവിക്കട്ടെ. ഒത്തിരി നാളായിട്ട് ഞാനൊരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, മാനിഫെസ്റ്റ് ചെയ്യാണ്, കാത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ യൂണിവേഴ്സിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. എന്നിലേക്ക് എൻ്റെ പേഴ്സൺ മടങ്ങി വരും എങ്കിൽ വരട്ടെ എന്ന് വിശ്വസിക്കുന്ന, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന, നിങ്ങളുടെ കാര്യങ്ങൾ കൂടി നോക്കുന്ന നിങ്ങളെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും കണ്ടിന്യൂ ചെയ്തു പോകണം. യൂണിവേഴ്സിനോട് താങ്ക് യു പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഇവിടെ അതിനേക്കാൾ പവറായിട്ടുള്ളത് ഒന്നുമില്ല. നമ്മൾ യൂണിവേഴ്സിനോട് എൻ്റെ ഇന്ന കാര്യം സാധിപ്പിച്ചു തന്നതിൻ്റെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ മാറ്റം സംഭവിക്കും. വലുതും ചെറുതുമായ ഒത്തിരി ആഗ്രഹങ്ങളുള്ള നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രെയർ ചെയ്യുക. 3 മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ, 3 മുതൽ 4 വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്തമാണ്. ആ ഒരു സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിനോട് ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയതിൽ താങ്ക് യു പറയുകയാണെങ്കിൽ അവിടെ അത്ഭുതം തന്നെയാണ് സംഭവിക്കുക. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് കപ്സ് കാർഡാണ്. ഒരു സോൾമേറ്റ് കണക്ഷനാണിത്. അൺകണ്ടീഷണൽ ലവ് ഇവിടെ ഫീൽ ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മടങ്ങി വരവ് തന്നെയാണ് കാണിക്കുന്നത്. പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു, നിങ്ങളെ അവർ ഓർത്തെടുക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഇതൊരു മാരേജിലേക്കും കമ്മിറ്റ്മെൻറ്റിലേക്കും എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവരുടെ ഹൃദയം എന്ന് പറയുന്നത്, അവരുടെ ഹേർട്ട് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. നിങ്ങളോടൊത്ത് സന്തോഷ നിമിഷങ്ങൾ പങ്കിടാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ മാത്രമല്ല, ട്വിൻ ഫ്ലെയിം കണക്ഷൻ കൂടിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, അവർക്ക് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു മാറ്റം തന്നെയാണ് അവരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവരാണ് നിങ്ങളെ ചേസ് ചെയ്യുന്നത്, അവരാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്, അവരാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെ കാരണം കൊണ്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഓൺ ചെയ്തു പോയിട്ടുള്ളത്, അവിടെയൊക്കെ അവർക്ക് തിരിച്ചറിവാണ് വന്നിട്ടുള്ളത്. നിങ്ങളാണ് ശരി. നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവരും ഇന്ന് വേദനിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾ കാർഡ്. ഒരു സ്റ്റെബിലിറ്റിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്റ്റെബിലിറ്റി, ഇത് സ്ഥിരതയുള്ള ഒന്നാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സന് നിങ്ങളെ അത്രയേറെ ആഗ്രഹമാണ് തോന്നുന്നത്. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുകയാണ്. സക്സസ് ആണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമൊത്തുള്ള പുതിയ കണക്ഷൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അബണ്ടൻ്റ് ആണ് കാണിക്കുന്നത്. നിങ്ങളെ അവർക്കിപ്പോൾ ആവശ്യമുണ്ട്. അവരുടെ മനസ്സിന് അവർക്ക് കൺട്രോൾ കിട്ടാത്തൊരവസ്ഥയിലൂടെ പോവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അത്രമാത്രം ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ അത്രമാത്രം കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ച് നിമിഷം നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൽ, അവരുടെ കരിയറിൽ കുറച്ച് നിമിഷം അവർക്ക് വേണ്ടി തരാനായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വരണം. ഒരുപാട് സമയം അവർ എനിക്ക് വേണ്ടി നൽകിയിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അവരെ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായില്ല. ഞാൻ അവരെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എനിക്കായിട്ട് അവർ കുറച്ച് സമയം മാറ്റിവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. യൂണിവേഴ്സായിട്ട് തന്നെ ബ്ലെസ് ചെയ്യാനായിട്ട് ഞാൻ പ്രയർ ചെയ്യുകയാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുള്ള മാറ്റമാണ് കാണിക്കുന്നത്. അവരാണ് അത്രമാത്രം നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം നെക്സ്റ്റ് കാർഡ് ലവേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ അവർക്ക്. ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളെ കാണുമ്പോൾ അത്രമാത്രം പ്രണയമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ളൊരു സോൾമേറ്റിനെ അവർ വേറെ എവിടെയും കണ്ടിട്ടില്ല. ആ ഒരു തിരിച്ചറിവ് അവരിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഹെൽത്തി ബൗണ്ടറിയാണ് കാണിക്കുന്നത്. നിങ്ങളെ അത്രമാത്രം പ്രണയിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്.
ഈ ഒരു ബന്ധത്തിന്റെ അർത്ഥം അവർ മനസ്സിലാക്കാണ്, പൂർണ്ണമായിട്ട് മനസ്സിലാക്കാണ്. ഡീപ്ലി മീനിങ് ഫുൾ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ആ ഒരു അർത്ഥത്തിന്റെ ആഴത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കുകയാണ്. ഇന്ന് അവരെക്കാളും ട്രസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ് വിശ്വസിക്കുന്നത്. കാരണം മറ്റുള്ളവർ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം. എന്നാൽ ഈ ഒരു സെപ്പറേഷൻ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അവരിലേക്ക് തിരിച്ചറിവ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങളെ വിശ്വസിക്കാം. എങ്ങനെ വിശ്വസിക്കാം? അവനവനേക്കാളും നല്ലതുപോലെ നിങ്ങളെ വിശ്വസിക്കാം എന്നവർ തിരിച്ചറിയാണ്. നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു സ്നേഹത്തെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർ ആക്ഷൻ എടുക്കുകയാണ് എന്ന് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. 6 ഓഫ് വാൻഡ്സ് കാർഡ്. വിക്ടറിയാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസറെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തി അതവരെ വളരെയേറെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ കാർഡ്സ് പറയാണ്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാൻ പോവാണ്. നിങ്ങളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഐ ആം വർത്തി ഓഫ് ദിസ് സക്സസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്തുകൊണ്ടും അർഹതപ്പെട്ടത് തന്നെയാണ് ഈ സക്സസ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൽ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണിത്. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചറിവ്, തിരിച്ചുവരവ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ എനർജി ഞാൻ പറയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ റീഡിങ് കണ്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല. പോസിറ്റീവ് തിങ്കിങ് ആവശ്യമാണ്, സെൽഫ് ലവ് ആവശ്യമാണ്, മെഡിറ്റേഷൻ ആവശ്യമാണ്, മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രെയർ ആവശ്യമാണ്. ഇവിടെ പൂർണ്ണമായിട്ടും മാറിയിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജി കിട്ടണമെങ്കിൽ നിങ്ങളും മാറണം. ഒരാളോടും ദേഷ്യം വൈരാഗ്യം പാടില്ല. എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുവാനും തയ്യാറാകുന്ന ആ ഒരു നിമിഷം മുതലാണ് നിങ്ങളിലേക്ക് മാറ്റം വരുന്നത്. അതോടൊപ്പം നിങ്ങളുടെ പേഴ്സണും മാറ്റം വരുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. 5 ഓഫ് വാൻഡ്സ് കാർഡ്. ഒരു ആക്ഷനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത്. സർപ്രൈസിങ് ലിമിറ്റ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആക്ഷൻ എടുക്കുന്നു, പരിശ്രമിക്കുന്നു. പല തവണകളായിട്ട് നിങ്ങളും അവരും തമ്മിൽ കാണുവാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റി അവരായിട്ട് തന്നെയാണ് മിസ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് അവർ ആ ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്കായിട്ട് അവരാണ് ഇവിടെ ആക്ഷൻ എടുക്കുന്നത്, പരിശ്രമിക്കുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെ പറ്റി അറിയുന്ന ആരോ അവരെ സഹായിക്കുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിൽ കാണുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തയ്യാറായിക്കോളൂ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. ആ ഒരു പരിശ്രമത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ആ ഒരു നിമിഷം മുതലാണ് അവർ തിരിച്ചറിവിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങളാണ് ശരിയെന്ന്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് അവരെത്തിക്കുന്നതും. ഇവിടെ ഓറക്കിൾ ഡെക്ക് കൂടി എടുക്കുകയാണ്. അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഓറക്കിൾ കാർഡ് പറയും. ഇവിടെ 2 കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓറക്കിൾ ഡെക്കായിട്ട് ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് സോൾ ടൈ എന്നാണ് പറയുന്നത്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. എനിക്ക് എപ്പോഴും ഈ കണക്ഷൻ ഫീൽ ചെയ്യാണ്. എനിക്ക് എപ്പോഴും നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ വരാണ്. നിന്നെ പിരിയാനായിട്ട് സാധിക്കില്ല എന്നുള്ള ചിന്തയാൽ ഞാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെയും അവരുടെയും സോൾ തമ്മിൽ കണക്റ്റഡ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർക്ക് നിങ്ങളെ ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കില്ല എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയാണ്. നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ അവരെ മിസ് ചെയ്യുന്നത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ നിങ്ങളിലേക്ക് കണക്ഷൻ വരുമ്പോഴാണ്. ആ ഒരു സോൾ കണക്ഷനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യവും ഇത് തന്നെയാണ്. സെക്കൻഡ് കാർഡ് എന്താണ്? മെന്റാണ്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്നാണ്. അവർ ഈ ബന്ധം തുടർന്നു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്, വീണ്ടും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതെവിടെയും എൻഡായി പോവില്ല എന്ന് അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അവർ പുതിയതായിട്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് തിരിച്ചറിവ് അവരിലേക്ക് വന്നിട്ടുണ്ട്. ഈ റീഡിങ് കാണുന്ന നിമിഷം മുതൽ
നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കാണ്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു ഗൈഡായിട്ട് ഞാനുമുണ്ട്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്കായിട്ട് കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.